നാമൊക്കെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊക്കെ റബ്ബിൻ്റെ തൃപ്തി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ചെയ്യാൻ. പവിത്രമായ റമളാൻ കഴിഞ്ഞുപോയില്ലേ, എന്തൊക്കെ ആഭാസങ്ങളാണ്. പലഹാരങ്ങളെടുത്ത് വിതറിയും അതൊക്കെ വലിച്ചെറിഞ്ഞും എന്തൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. കോഴിക്കോട് കടപ്പുറത്തെ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരിക്കലും നാം അങ്ങനെ പാടില്ല. ഹയാ, റബ്ബ് കാണുന്നുണ്ടെന്ന ലജ്ജയോടുകൂടി ഒരു ജീവിതമുണ്ടാകണം. അതുപോലെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് റബ്ബ് നമ്മൾക്ക് നൽകിയത്. നാം നന്ദി ചെയ്യുന്നുണ്ടോ? നാമൊക്കെ ഒരു നന്ദിയുള്ള അടിമകളായി മാറണം. റബ്ബിനെ സ്തുതിക്കണം, ശുക്രിൻ്റെ സുജൂദുകളൊക്കെ ചെയ്യണം. ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ നാം വലിയ വലിയ വേദനകൾ അനുഭവിക്കുന്നവരിലേക്കൊന്ന് നോക്കണം. എന്നിട്ട് നമ്മൾക്ക് റബ്ബ് നൽകിയ ആ ചെറിയ വേദനകളെ ക്ഷമിച്ച് നാം ജീവിക്കണം. ഇങ്ങനെ തുടങ്ങിയ ക്ഷമയോടുകൂടി, നന്ദി ചെയ്ത്, ഹയാഓടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടുള്ള ഈ ജീവിതങ്ങളൊക്കെ ഈമാനുള്ളവരുടെ അടയാളങ്ങളിൽ എണ്ണിയത് മഹത്തുക്കളാണ്, മുൻഗാമികളാണ്. നമ്മളുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.